Hi, good morning. Welcome to my channel, my world, my happiness. ഹാപ്പിനെസ് ഒക്കെയാണ്, പക്ഷെ എന്നാലും ചില സങ്കടങ്ങളും ഉണ്ടാവും. അതാണ് ലൈഫ് അല്ലേ. എൻ്റെ കേജിൽ ഇന്നലെ നടന്നൊരു സംഭവത്തിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇപ്പം രാവിലെ വന്നപ്പം വീഡിയോ എടുക്കുന്നത്. എനിക്ക് എൻ്റെ കേജിൽ നിന്ന് ഈ സൈഡിലുള്ള കേജിൽ നിന്ന് ഇതൊരു കോളനി ബ്രീഡിങ് സെറ്റപ്പാണ്. ഈ സൈഡിൽ ഇതിൽ അപ്പോൾ ഇതിനകത്തു നിന്ന് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി. ഇന്നലെ ഞാൻ ഈവനിങ്ങിൽ വൈകിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ്, പിള്ളേർക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു ബേർഡ് ഇവിടെ ഇരുന്ന് കൊത്തുക. ഞാനോർത്തു ഓക്കെ ഇത് കട്ടിൽ ഫിഷ് ബോണിൻ്റെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, അത് കൊത്തുവായിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കിയപ്പം ഒരു കുഞ്ഞ് ബേർഡായിരുന്നു, അതിൻ്റെ ഒരു ചിക്ക. അതിനെ ഇട്ട് കൊത്തിപ്പറിച്ച് തല ഫുള്ള് കൊത്തിപ്പറിച്ച്, കണ്ണൊന്നും ഇല്ല. ഞാനെടുത്ത് ജീവനുണ്ടായിരുന്നു, താഴെ കൊണ്ടുപോയി വെച്ചിരുന്നു അതിനെ കാണിക്കാനായിട്ടാണ്. പക്ഷേ ആളിപ്പം നമ്മുടെ കൂടെ ഇല്ല. ഇതിനെ എടുത്തോണ്ട് താഴെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ബീക്ക് പോലും ഇല്ല. എങ്ങനെ ഇതിന് ഫുഡ് കൊടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, കഷ്ടം. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടെ ഇട്ട് ആ കോളനിക്കകത്താണ് എല്ലാം കൂടെ ഈ പാവത്തിനെ കൊത്തുന്നു. ഇതെങ്ങനെ താഴെ പോയതാണെന്നറിയത്തില്ല. രക്ഷപ്പെടുമെന്നും അറിയത്തില്ല. കാരണം രക്ഷപ്പെട്ടാലും എങ്ങനെ കഴിക്കും? മുകളിൽ 2 ബീക്കും പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ കുഞ്ഞ്. ഇത് തടയാനായിട്ടാണ് ഞാൻ എന്തുവാണ് എൻ്റെ കേജിൽ എന്തോ ചെയ്യുന്നതെന്നാണ് ഞാനിനിയും കാണിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ പോട്ട്സും, ബ്രീഡിംഗ് പെയറിൻ്റെ എല്ലാ പോട്ട്സും ഞാൻ ചെക്ക് ചെയ്യും. അതിനകത്ത് എനിക്ക് മോസ്റ്റ്ലി എല്ലാം ഒരു 7 അല്ലെങ്കിൽ ഒരു 8 പിള്ളേർ കാണും. മോസ്റ്റ്ലി വളരെ കുറവായിട്ട് എനിക്ക് 4ഉം 5ഉം ബ്രീഡിംഗ് ചിക്സിനെ കിട്ടുന്നത്. ഒരു 7ഉം 8ഉം ആയിട്ടൊക്കെ ഇരിക്കുന്നതിനകത്ത് ഈ ചെറിയ പോട്ടിനകത്ത് സ്ഥലവും കാണത്തില്ല. അപ്പം ഞാൻ ഈ ഇച്ചിരി പ്രായമായ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റി അതിനെ വേറെ സെപ്പറേറ്റ് കേജിലിടുവോ, അല്ലെങ്കിൽ ഈ കേജിനകത്ത് തന്നെ പോട്ട് എടുത്തങ്ങ് മാറ്റിക്കളയും. പിള്ളേരുടെ പ്രായം, എല്ലാവർക്കും പ്രായമായ പിള്ളേരാണെങ്കിൽ ഞാൻ ആ പോട്ട് എടുത്തങ്ങ് മാറ്റും. ആ പേരൻസിൻ്റെ കൂടെ തന്നെ ഞാൻ ആ കേജിനകത്ത് തന്നെ ഇട്ടേക്കും. അല്ലാതെ അതിനകത്ത് 2 ഇതുണ്ട്. ഈ കുഞ്ഞിൻ്റെയൊക്കെ കാലയിലൊക്കെ താഴെ ചവിട്ടി ഇരിക്കുന്നതിൻ്റെയാണ് അതിനകത്തുള്ള വേസ്റ്റിനകത്തൊക്കെ. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വെച്ചാൽ ഇപ്പോഴും പേരൻസ് ഫീഡ് ചെയ്യാൻ പ്രായമുള്ള പിള്ളേരെ തിരിച്ച് പോട്ടിലാക്കി ക്ലീൻ ഒരു പോട്ടിനകത്താക്കി തിരിച്ച് ഞാൻ വെക്കും. അല്ലാത്ത ചിക്സിനെ ഞാൻ സെപ്പറേറ്റ് ഒരു കേജിലാക്കി വെക്കും. ഇനിയല്ല എല്ലാം വലിയ പ്രായമായ പിള്ളേരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ആ കേജ് തന്നെ പേരൻസിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളും കൂടെ ഇടും. ഞാൻ എല്ലാ ബ്രീഡിങ് പെയറിൻ്റേതും ഇതുപോലെ ചെക്ക് ചെയ്ത് പിള്ളേരെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ഇടാറാണ് പതിവ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം എൻ്റെ കുഞ്ഞു ചിക്സാണ്. ഞാൻ ഇതുങ്ങളെ ഇതുപോലെ മാറ്റി ഇട്ടേക്കുന്നതാണ്. അന്നേരം കാണുന്ന കേജുകളിലോട്ടിടും. പിന്നെ ഈ ഒരു ബ്രീഡിംഗ് സീസൺ കഴിയുമ്പോൾ ഞാൻ എല്ലാവരെയും മാറ്റി വെച്ച് പിന്നെ അടുത്ത പുതിയ ബ്രീഡിംഗ് പെയറിനെ ഇടും. അപ്പം ഞാൻ ഇപ്പോൾ കിടക്കുന്ന ബ്രീഡിംഗ് പെയർസിനെ ഫ്രീ ഫ്ലൈറ്റിനായിട്ട് ഞാൻ ഈ കേജ് തന്നെ തുറന്നു വിടും. ഒരു മാസമൊക്കെ അതിന് വേം ഇൻഫെസ്റ്റേഷൻ്റെ മെഡിസിനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക് റെസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഏവിയറിയിലെ ബേർഡ്സിനെ കെയർ ചെയ്യുന്നത്. ഇതാകുമ്പം 3 പിള്ളേരേ ഉള്ളൂ. ബാക്കി ഇതിനകത്തുണ്ടായിരുന്ന 4 പിള്ളേരെ ഞാൻ മാറ്റി വെച്ച് വേറെ കേജിലോട്ടാക്കി. അപ്പോൾ പേരൻസിന് ഇവരെ നോക്കാനും എളുപ്പമാണ്, അവരടി ഉണ്ടാക്കത്തുമില്ല. ഇനി ബാക്കിയുള്ള 3 പിള്ളേരെ എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചെറിയ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.